رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم സഹോദരന്മാരെ സഹോദരികളെ കരുണാവാരിധിയായ പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. മുഅ്മിനുകളും മുഅ്മിനാത്തുകളുമായ നമ്മളൊക്കെ എല്ലാ ആഴ്ചകളിലും ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ നിശ്ചയിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായോഗികമാക്കി കാണിച്ചു തന്ന ഒരു സമ്മേളനം ലോകത്ത് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന സൗകര്യപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിമിതമായ ഈ സമയത്തെ ഒത്തുകൂടൽ കൊണ്ട് എന്താണ് നാം നേടിയെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ജീവിത യാത്രക്കിടയിൽ വ്യത്യസ്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി മെല്ലടിക്കുന്നതിനിടയിൽ മനുഷ്യൻ അല്ലാഹുവിൽ നിന്ന് അകന്നു പോയിക്കൂടാ. അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും വിഷയങ്ങളിലും ഇടപാടുകളിലും ബന്ധങ്ങളിലും അവർ മുത്തഖീങ്ങൾ ആയി തീരണം. അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് നടപ്പിലാക്കണം. അവൻ വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കണം. അല്ലാഹുവിന്റെ തൃപ്തി എല്ലാത്തിനും മീതെയുള്ള ആഗ്രഹവും താല്പര്യവുമായിരിക്കണം. പടച്ചതമ്പുരാൻ എന്നെ സംബന്ധിച്ച് തൃപ്തിപ്പെടണം. അവന്റെ തൃപ്തി എനിക്ക് കരസ്ഥമാക്കണം. വികാരങ്ങളുടെ ലക്ഷ്യം അതായിരിക്കുക. സംസാരത്തിന്റെ ലക്ഷ്യം അതായിരിക്കുക. പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം അതായിരിക്കുക. ഇങ്ങനെ നമ്മളൊക്കെ മാറണം. അതാണ് ഈ ഒത്തുചേരലിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്കറിയാം, പ്രഗത്ഭനായ പണ്ഡിതനാണ് അദ്ദേഹം. ഇസ്ലാമിന്റെ അകക്കാമ്പ് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഖുലഫാഉ റാഷിദുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമയുടെ ഭർത്താവാണ്. ദീനിൽ അവഗാഹമായ പാണ്ഡിത്യമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, തഖ്വ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും മുത്തഖീങ്ങളായി തീർന്നോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന 4 അടിസ്ഥാനങ്ങൾ തഖ്വയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തഖ്വയുടെ വിശാലമായ ആശയ തലങ്ങൾ സ്പർശിക്കുന്നതാണ് ആ 4 അടിസ്ഥാനങ്ങൾ. ആ 4 അടിസ്ഥാനങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നാം നമ്മെ വിചാരണ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞു, അത്തഖ്വ അൽ ഖൗഫ് മിനൽ ജലീൽ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. അവന്റെ നിരീക്ഷണത്തിലാണ് ഞാനെന്ന ബോധമാണ്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ ഉൾപ്പെട്ട് ജീവിക്കണം. അല്ലാഹു നിന്നെ കാണുന്നത് പോലെ. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. വലഖദ ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ നാം സൃഷ്ടിച്ചു, അവന്റെ മനസ്സിന്റെ മന്ത്രണങ്ങൾ വരെ, വികാരങ്ങൾ വരെ നമുക്കറിയാം എന്താണ് അവൻ ചിന്തിക്കുന്നത്. അവന്റെ ജീവനാടിയേക്കാൾ സമീപസ്ഥനാണ് ഞാൻ. ഈ അനുഭവം ജീവിതത്തിൽ ഉണ്ടാവുക ഏതു കാര്യങ്ങളുടെയും അന്തിമമായ തീരുമാനം ഈ വിചാരത്തെ മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കുക. ജീവിതത്തിന്റെ ഏതു രംഗത്ത് ഞാൻ പ്രവർത്തിച്ചാലും, എന്തിനെയൊക്കെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നാലും, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം, ലില്ലാഹി ബില്ലാഹ്, അല്ലാഹുവിന്റെ വേണ്ടി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ. ഒന്നാമത്തെ മാനദണ്ഡം തന്നെയാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, വൽ അമലു ബിത്തൻസീൽ, അല്ലാഹു അവതരിപ്പിച്ചു തന്നതുകൊണ്ടുള്ള പ്രവർത്തനം. അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ മഹബ്ബത്തുണ്ടോ? പടച്ചതമ്പുരാനെ തൃപ്തി കരസ്ഥമാക്കാനുള്ള മോഹമുണ്ട്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാണ്. ഇതംഗീകരിക്കുന്നവരായി നിർബന്ധമായി ഉണ്ടായിരിക്കണം. എന്താണ് അല്ലാഹു എന്നോട് ആവശ്യപ്പെടുന്നത്? എന്റെ ജീവിതത്തിൽ നിന്ന് പടച്ചതമ്പുരാൻ എന്താണ് ആവശ്യപ്പെടുന്നത്? ആ ആവശ്യപ്പെടുന്നതാണ് എന്റെയും നിങ്ങളുടെയും മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ മുഖേന എനിക്കും നിങ്ങൾക്കുമായി കൊടുത്തയച്ച പരിശുദ്ധ ഖുർആൻ. അൽ അമലു ബിത്തൻസീൽ, അതനുസരിച്ചുകൊണ്ടായിരിക്കണം എന്റെ കർമ്മങ്ങൾ, എന്റെ പ്രവർത്തനങ്ങൾ അതനുസരിച്ചുകൊണ്ടായിരിക്കണം. എന്റെ ജീവിതത്തിന്റെ ഭരണഘടനയായിരിക്കണം അത്. ഞാൻ എന്റെ പ്രശ്നങ്ങളെ, എന്റെ ഇടപാടുകളെ, എന്റെ ബന്ധങ്ങളെ, എന്റെ ജീവിതത്തെ മാറ്റിവെച്ചു നോക്കുന്നത് പരിശുദ്ധ ഖുർആനിനെ മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കണം. എങ്കിൽ നമുക്ക് മുത്തഖീങ്ങളായി തീരാൻ കഴിയും. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. യാതൊരു സംശയവുമില്ല ഈ ഗ്രന്ഥത്തിൽ. അത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്, ഹിദായത്താണ്. അത് അല്ലാഹു എനിക്ക് കൊടുത്തയച്ച ഹുദയാണ്. എന്റെയും നിങ്ങളുടെയും വിശേഷ ബുദ്ധി, ചിന്തിക്കുവാനുള്ള കഴിവ്, ഗ്രഹിക്കുവാനും മനസ്സിലാക്കാനുമുള്ള
പ്രാപ്തി, പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തെ ഇത് തിരിയാനും ഇത് മനസ്സിലാക്കാനും ഇത് ഉൾക്കൊള്ളാനും ഇത് പഠിക്കാനും നടപ്പിലാക്കാനും നമുക്ക് വിനിയോഗിക്കുവാൻ സാധിക്കുക തഖ്വയുടെ ഒരു അടിസ്ഥാനമാണ്. മുത്തഖിയാണെന്ന വാദത്തിൽ നിന്ന് നിർബന്ധമായും ഉണ്ടായിത്തീരേണ്ടതാണ് അത്. ഖുർആൻ അർത്ഥമറിയാതെ പാരായണം ചെയ്താൽ കൂലി കിട്ടുമോ ഇല്ലയോ, എന്തുത്തരം പറഞ്ഞാലും പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും അത് സംബന്ധിച്ച വാദകോലാഹലങ്ങളും ചർച്ചകളും ബഹളങ്ങൾക്കും അപ്പുറത്ത് അല്ലാഹു എനിക്ക് നൽകിയിട്ടുള്ള ഹിദായത്ത്, പടച്ചതമ്പുരാൻ എന്നോട് സംസാരിക്കുന്നത് അതെനിക്ക് ഗ്രഹിക്കണം. എന്റെ റബ്ബിനോടുള്ള എന്റെ സ്നേഹം അതാണ് ഏറ്റവും ഉയരങ്ങളിലെങ്കിൽ അങ്ങനെയല്ലാതെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക, അതെനിക്ക് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ പ്രീതിയാണ് എന്റെ അടിസ്ഥാനപരമായ താല്പര്യം, നമ്മുടെ താല്പര്യം എന്ന് തീരുമാനിച്ചവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ എങ്ങനെ പടച്ചതമ്പുരാന്റെ കലാം അതിനെ അവഗണിക്കാൻ നമുക്ക് സാധിക്കും. അതിനാൽ അത് ഉൾക്കൊള്ളുക, അതനുസരിച്ച് കർമ്മം ചെയ്യുക. ഒട്ടേറെ ആളുകൾ അത് ഗ്രഹിച്ചവരുണ്ട്, പ്രവർത്തിക്കാൻ ഇഷ്ടമല്ലാത്തവർ, അതിനെ പാടെ അവഗണിച്ചവരുണ്ട്. അല്ലാഹു നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കുകയും അവയുടെ ജീവിതത്തിൽ പരമാവധി അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ നിയമത്തിനെ അവഗണിച്ചു കളഞ്ഞവർ. നിർഭാഗ്യവശാൽ അത്തരം ആളുകളിൽ നമ്മൾ പെട്ടുപോകും. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു അറബി ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യമുള്ള സാഹിത്യകാരൻ കൂടിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് അറബി സാഹിത്യത്തിന്റെ ഏറ്റവും ഉയർന്ന സൗന്ദര്യത്തിലാണ് കാണാൻ സാധിക്കുക. പ്രഗത്ഭനായ അറബി സാഹിത്യകാരൻ കൂടിയായിരുന്നു മഹാനായ ഇബ്നു അബീ ഖാലിദ്. അതുകൊണ്ട് ഈ ആശയങ്ങളെ പ്രാസമൊപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. التقوى الخوف من الجليل والأمل بالتنزيل والقناعة بالقليل. അല്പം കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക, ആർത്തിയിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം ഇന്നത്തെ ലോകത്ത് ഏറെ പ്രസക്തമാണ്, എല്ലാ കാലത്തും പ്രസക്തമാണ്. ദുനിയാവ് എന്നും മനുഷ്യനെ വഞ്ചിച്ചിട്ടുണ്ട്. ആ ദുനിയാവിനോട് അതിനെ പ്രത്യേകം എടുത്തു വെക്കാൻ സാധിക്കുക. അതിന്റെ നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ് മുഅ്മിനുകൾ എന്ന് നാം മനസ്സിലാക്കുന്നില്ല. ഖുർആനും സുന്നത്തും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അതിന്റെ നേരെ ആർജവത്തോടുകൂടി സമീപിക്കുന്നവരാണ്. ദുനിയാവിന്റെ അടിമകളല്ല അവർ, യജമാനന്മാരാണ്. അവരുടെ പോക്കറ്റുകളിൽ പണമുണ്ടെങ്കിലും അവരുടെ ഹൃദയങ്ങൾ പണത്തിന്റെ അടിമകളല്ല. അവരുടെ ഹൃദയങ്ങൾ പടച്ചതമ്പുരാന്റെ അടിമകളാണ്. അതിന് വിധേയമായിട്ട് അവരുടെ പോക്കറ്റുകൾ നീങ്ങും. അവിടെ സമർപ്പിക്കപ്പെടാത്തതായി ഒന്നും അവർക്കുണ്ടാവുകയില്ല. ആർത്തിയിൽ നിന്ന് മുക്തമായിട്ടുള്ള ഒരു ജീവിതം. നാലാമതായി പറഞ്ഞു യാത്രാ ദിവസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. ഇന്നലെ നമ്മുടെ ഒരു സഹോദരൻ ഇരുമ്പുളിക്കളത്ത് നമ്മുടെ PNLE സാഹിത്യയുടെ കുട്ടികളുടെ അടുത്തേക്ക് അദ്ദേഹം വിദേശത്തുനിന്ന് വരും, പോരാനുള്ള തയ്യാറെടുപ്പിലാണ്.
പക്ഷേ ആ യാത്ര പരലോകത്തിലേക്കുള്ള യാത്രയാണ്. നമ്മുടെയൊക്കെ യാത്ര അങ്ങനെ തന്നെയാണ്. ഇവിടെ അത്രേ അർത്ഥമുള്ളൂ. പടച്ചറപ്പ് അദ്ദേഹത്തിന്റെ മഹത്വത്തും മർഹമത്തും നൽകിയെങ്കിൽ ഞാൻ പറയുന്നത് നാം ചെയ്യാൻ എവിടെ വെച്ചും എന്നെ വിളിക്കപ്പെടാം. ഞാനിതാ ഒരുങ്ങി പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നിരന്തരമായ അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനെ ബാധിച്ചു. ദുനിയാവിനെ വേണ്ടി പണിയെടുക്കുക, എന്നും ജീവിക്കുന്നവരെ പോലെ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക, നാളെ മരിക്കുന്നവരെ പോലെ. എങ്ങനെയാണ് ഈ ഒരുക്കം സാധ്യമായിരിക്കുക? നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും എടുത്ത് ഒരുമിച്ച് കൂട്ടിയാൽ 2 വെഡിങ് പോയി വരുന്നില്ല. അതിലൊന്ന് അല്ലാഹുവുമായി ബന്ധപ്പെട്ട പടച്ചതമ്പുരാന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട അല്ലാഹുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊന്ന് നമ്മുടെ വികാരങ്ങൾ, വാക്ക്, പ്രവൃത്തി, ജീവിതമാകം കൂടി എടുത്തു നോക്കിയാൽ രണ്ടാമതായി വരാനുള്ളത് ഹുഖൂഖുൽ ഇബാദ്, ഇതരരുമായി ബന്ധപ്പെട്ട അല്ലാഹുവിന്റെ ദാസന്മാരുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും കടപ്പാടുകളും. അവിടെയൊക്കെ എല്ലായ്പ്പോഴും ക്ലിയറായി എന്താ നമുക്ക് ഓരോരുത്തർക്കും ആസ്വദിക്കാൻ കഴിയുന്ന പടച്ചതമ്പുരാൻ നിശ്ചയിച്ചതിന്റെ അപ്പുറത്ത് ഒരു കടുവഴിച്ചും സാധ്യമല്ല. അവർക്കൊക്കെ വേണ്ടി നാം കൃത്യമായി എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട്. ഒടുവിലത്തെ ശ്വാസം, ഒടുവിലത്തെ ഒരു തുള്ളി വെള്ളം, ഒടുവിലത്തെ അന്നത്തിന്റെ ഒരു വറ്റ്, അതടക്കം കണക്കാക്കുന്നു. ഇതിനൊക്കെ വളരെ കൃത്യമായ അതിനപ്പുറത്ത് പോവുക സാധ്യമേയല്ല. അതിനാൽ മോഹങ്ങളുടെ കടവറയിൽ കൊണ്ടുപോയി ആഗ്രഹാഭിലാഷങ്ങളുടെ, വ്യാമോഹങ്ങളുടെ താഴ്വരകളെ യാതൊരു നമ്മുടെ അതൊക്കെ ആവാം. അതൊക്കെ ഇതിന് വിധേയമാണ്. പടച്ചതമ്പുരാനെ വിധേയമാണ്. അല്ലാഹുവിന്റെ അടിമകളുമായി ബന്ധപ്പെട്ടത് ക്ലിയർ ചെയ്യാതെ ഒരു രാവും ഒരു പകലും നമ്മൾ ജീവിക്കരുത്. നമ്മൾ ഓരോരുത്തരും കിടപ്പറയിലേക്ക് കടന്നു വരുമ്പോ എന്താ പറയുന്നത്? അല്ലാഹുവേ, ഞാനിതാ ചാരിക്കുക, ഇനി ഞാൻ എണീക്കുമെന്ന് ഉറപ്പില്ല. അങ്ങനെ ഒരു ധൈര്യത്തോടു കൂടിയാണോ ഞാൻ കിടന്നുറങ്ങുന്നത്? നിങ്ങൾക്ക് അങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കുന്നുണ്ടോ? നാളെ എണീക്കും ഉറപ്പിലാണ്. എണീറ്റിട്ടില്ലെങ്കിൽ പറ്റില്ല. നാളെ ഞാൻ എണീക്കുകയില്ല. ആ കിടക്കുന്ന നേരത്തെ ബിസ്മില്ല റബ്ബി എന്നാണ് പറയണമെങ്കിൽ അതിലൊരു സുഖമാണ്. യഥാർത്ഥത്തിൽ പറയേണ്ട വിധത്തിൽ പറയണമെങ്കിൽ അല്ലാഹുവേ, നീ നൽകിയ ഒരു മകനിതാ ശ്രമിക്കുന്നു, അത് നിന്റെ മാർഗത്തിലായിരുന്നു, നിന്റെ വഴിക്കായിരുന്നു, നിന്റെ പൊരുത്തത്തിലായിരുന്നു, നിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇതാ നീ നൽകിയ ഒരു രാവിലെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇതാ കിടക്കുന്നു. എണീക്കുമെന്ന് ഉറപ്പില്ല. എണീറ്റ് കൊള്ളണമെന്നില്ല. പ്രാർത്ഥനയെ നോക്കി എണീക്കണമെന്ന് നമുക്ക് വല്ല ചാട്ടിയോ? എണീപ്പിക്കണ കാര്യം നിന്റെ നീയാണ് ഇതിനെപ്പറ്റി തീരുമാനമെടുക്കുന്നത്. നിന്റെ തീരുമാനം രണ്ടായാലും എനിക്ക് പറയാനുള്ളത്
അല്ലാഹുവേ, എന്നെ നീ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ നീ എന്റെ നഫ്സിനോട് കരുണ കാണിക്കണം. ഇനി എനിക്ക് ജീവിതം തരികയാണെങ്കിലോ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ കിട്ടില്ല. ജീവിച്ചു തീർക്കുക എന്നൊരു പണിയില്ല. മരിക്കോളം കഴിയട്ടെ, അങ്ങനെ നടന്നു. മരിക്കോളം കഴിയട്ടെ, എന്താ കാര്യം? മരിക്കോളം ചെയ്യട്ടെ. ഞാൻ പറയുന്നത് ആർക്കും നമുക്ക് ഉറപ്പ് കൊടുക്കാം, ഗ്യാരണ്ടി. നിങ്ങൾ എന്തായാലും മരിക്കോളം ചെയ്യും. എന്നാലും മനുഷ്യല്ല ഈ നഫ്സി നീ അതിനോട് കരുണ കാണിക്കണം. പഠിച്ചത് ഈ ദുനിയാവിലേക്ക് വീണ്ടും വിടുകയാണെങ്കിൽ നാളത്തെ സൂര്യനെ കാണാൻ എനിക്ക് നീ വിധി നൽകുന്നുവെങ്കിൽ അവിടേക്ക് എനിക്ക് ഉപാധിയുള്ളത് എന്നെ നീ സൂക്ഷിക്കണം. സതുവൃത്തരായ സാലിഹീങ്ങളായ നിന്റെ ദാസന്മാർക്ക് നീ എങ്ങനെ കാവലാണ് അതുപോലെ ഇല്ല. യാത്രാ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറ് ഒരുക്കം പടച്ചറപ്പ് അതിലേക്ക് നിങ്ങൾക്ക് നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോട് പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ പരിശോധിച്ചു നോക്കേണ്ടുന്ന മുത്തഖീങ്ങളായി തീരാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മെ വിചാരണ ചെയ്യേണ്ടുന്ന 4 പോയിന്റുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം. 2, വൽ അമലു ബിത്തൻസീൽ, പടച്ചതമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട അല്ലാഹു നൽകിയിട്ടുള്ള പരിശുദ്ധ ഖുർആനനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. വൽ ഖനാഅതു ബിൽ ഖലീൽ, 3, ആർത്തിയിൽ നിന്ന് മുക്തമായി ജീവിതം. അത് പലപ്പോഴും മനുഷ്യനെ വലിയ വലിയ തിന്മകൾക്ക് പ്രേരിപ്പിക്കും. 4, വളരെ വളരെ പ്രധാനപ്പെട്ടത് യാത്രാ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരുക്കം. ഓരോ ദിവസവും ഒരുക്കം പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക. എങ്കിൽ നമുക്ക് മുത്തഖീങ്ങളായ തീരണം. മുത്തഖീങ്ങളായ വ്യക്തികൾ ഉണ്ടാകണം. മുത്തഖീങ്ങളായ കുടുംബങ്ങൾ ഉണ്ടാകണം. മുത്തഖീങ്ങളായ സൊസൈറ്റി രൂപപ്പെടണം. അങ്ങനെ ഒരു സമൂഹത്തിന് വേണ്ടി ലോകം കാതോർത്തുകൂടി. സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആൻ ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് പറയുന്നത്. ഇന്നും ഖുർആൻ സജീവമായി ചർച്ചയാണ്. മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവരും അനുകൂലികളും പ്രതികൂലികളും ഇന്ന് ഖുർആൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1400 കൊല്ലങ്ങൾക്ക് ശേഷവും പരിശുദ്ധ ഖുർആൻ എത്ര സജീവമായിട്ടാണ് സമൂഹത്തിൽ നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണാൻ. നിർഭാഗ്യവശാൽ അതിനെ പേറുന്ന ഇസ്ലാമിക സമൂഹം ഒരുപാട് ദുരിത കടലിലൂടെയാണ് വരാനിരിക്കുന്ന നാളുകൾ. പരിശുദ്ധ റമദാനിന്റെ അനുഗ്രഹീതമായ രാത്രങ്ങൾ
നാം പ്രത്യേകമായി തയ്യാറെടുക്കണം. പടച്ചതമ്പുരാനോട് ചോദിക്കണം, പ്രാർത്ഥിക്കണം. എന്ത് ഗുരുതരമായ തെറ്റിദ്ധാരണകളും വെല്ലുവിളികളുമാണ് നാം നേരിടുന്നത്. ഉമ്മത്ത് മുസ്ലിം ഇസ്ലാമിക സമൂഹം അവരെ പ്രതി സംശയത്തിന്റെ നേരിൽ അവരിവിടെ നിരപരാധികളെ കൊടുക്കുന്നവർ, സ്ഫോടനങ്ങൾ സംഘടിപ്പിക്കുന്നവർ. അതേ സമയത്ത് ഓരോ സന്ദർഭത്തിലും തെളിഞ്ഞു വരാറുള്ളത് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനകളാണ്. ബാംഗ്ലൂരിലെയും ബോംബെയിലെയും ഒക്കെ അഹമ്മദാബാദിലെയും ഒക്കെ സ്ഫോടനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരമേരിക്കൻ പോരിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങേയറ്റത്തെ ഗൂഢാലോചനകൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് 1-2 ദിവസത്തിനകം വന്നത്. പക്ഷേ അതിന് നമ്മുടെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾക്ക് വേണ്ടത്ര താല്പര്യം കാണുന്നില്ല, പത്രമാധ്യമങ്ങളോട്. കാരണം അവരാഗ്രഹിക്കുന്നത് പല പല ബോധ്യങ്ങളിൽ പോലും ഉദ്ദേശിക്കുകയാണ്. എന്തിനാണ് അയാൾ താമസിച്ചിരുന്ന വാടക കെട്ടിടത്തിൽ കൊടുത്ത അഡ്വാൻസ് പോലും തിരിച്ചു വാങ്ങാൻ എന്തിനായി വേഗം? ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അമേരിക്കയിലെയാളുമായി ബന്ധപ്പെട്ടിട്ടെന്താ ഇല്ല, അങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ഞങ്ങൾക്ക് താല്പര്യമുള്ള ഇലകളുണ്ട്, അവരെ തന്നെ അങ്ങനെയുള്ള ഒരു ലോകത്താണ്. അതോടൊപ്പം വേദനയോടുകൂടി നമുക്ക് വരേണ്ടി വരും. ഇതിനൊക്കെ ഉപകരണങ്ങളായി തീരാൻ നിർഭാഗ്യവശാൽ അപക്വമതികളായ, അതുപോലെ ദീർഘദൃഷ്ടിയില്ലാത്ത, ഗൗരവത്തിൽ കാര്യങ്ങളെ കാണാത്ത, എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഞങ്ങൾ പറയുന്നതിനപ്പുറത്തില്ല എന്ന് മനസ്സിലാക്കുന്ന ഈ ഉമ്മത്തിലെ തന്നെ ചെറിയ ഒരു ന്യൂനപക്ഷത്തെ തെറ്റായ വഴിക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നവർ അവരെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന് തന്നെ കൃഷി, അതിന്റെ യഥാർത്ഥ മുഖം, അതിന്റെ ഹിദായത്ത്, അതിന്റെ കാരുണ്യം മനുഷ്യ സമൂഹത്തിന് ലഭ്യമാക്കുന്നതിൽ അത് തടസ്സം. ഇതിന്റെയൊക്കെ പിന്നിൽ പക്ഷേ ബുദ്ധിമറ്റുള്ളവരുടേതായാലും ഉപകരണങ്ങളായിട്ട്, അതിലെ മഴുത്താളുകളായിട്ട് ഉമ്മത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാവുകയില്ല എന്ന് തീർത്തു പറയാൻ അത് നിർഭാഗ്യകരമായ കാര്യമാണ്. ഞാനിവിടെ പറയുന്നത് നാം ഉണർന്നേ പറ്റൂ, ശരിയായ അർത്ഥത്തിൽ ഉണർന്നേ പറ്റൂ, കണ്ണു തുറന്നേ പറ്റൂ. അകക്കണ്ടുകൊണ്ട് കാര്യങ്ങളെ കാണുവാനും യഥാർത്ഥത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ, തെറ്റായ വഴിക്ക് സഞ്ചരിക്കാതിരിക്കാനും സഞ്ചരിക്കുന്നവരെ നിയന്ത്രിക്കാനും നമുക്ക് സത്യമായി തീരേണ്ടതുണ്ട്. ഇവിടെ ചോദ്യമുണ്ട്, എല്ലാ കാലത്തും ഭരണകൂടം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഏതോ വിഷയത്തിൽ ഭീഷണികളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്യൂവും ചർച്ചയും മാറാൻ ഇങ്ങനെ സ്ഫോടനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് വെറും യാദൃച്ഛികമാണോ എന്ന് ചോദിച്ചു. അതൊക്കെ അവിടെയോടൊപ്പം ഞാൻ പറയുന്നത് ഉപകരണങ്ങളാക്കപ്പെടുന്നതും നാം കരുതലോടെ നോക്കിക്കാണാനും അവിടെ നിയന്ത്രിക്കാനും നിർവഹിക്ക് കൊണ്ടുപോകുവാനും സാധിക്കും. പരിശുദ്ധ ഖുർആൻ അതാണ് നമ്മുടെ വഴികാട്ടി, ജീവിതത്തിലുടനീളം അതാണ് വഴികാട്ടി. അതിന്റെ വെളിച്ചം ഇന്ന് മനുഷ്യ സമൂഹത്തിന് ആവശ്യമാണ്. ആ നിലക്കുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ പ്രതീക്ഷകൾ ആ ദിശയിലേക്ക് വരികയാണ്. അവിടെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുവാൻ, ഇസ്ലാമിന്റെ മാതൃകകളായി തീരുവാൻ
നമുക്ക് സാധ്യമായി തീരണം. കരുണാവാരിധിയായ നാഥൻ നമുക്കൊക്കെയും ഉമ്മത്ത് മുസ്ലിമൊക്കെ പൊതുവായും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, പോരായ്മകൾ, കുറവുകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ തമ്പുരാനെ. നീ അനുഗ്രഹിച്ചവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ശപിക്കപ്പെട്ട പിശാചിന്റെ ശിക്ഷയിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ, നിന്റെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുന്നവർ, അങ്ങനെയുള്ള നിന്റെ സർവ്വത്തരായ ദാസന്മാരിൽ, ദാസികളിൽ കരുണാവാരിധിയായ നാഥ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥം, നിന്റെ ഹിദായത്തിന്റെ പരിശുദ്ധ ഖുർആൻ, അതിനെ പരിഗണിക്കുന്നവർ, അതിനെ പഠിക്കുന്നവർ, അതിനനുസരിച്ച് ജീവിക്കുന്നവർ, അങ്ങനെയുള്ള നിന്റെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ, ദാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ആർത്തിയിൽ നിന്ന് മുക്തമായ ജീവിതം, പരലോകത്തിന് മുൻഗണന നൽകി ജീവിക്കുന്ന നിന്റെ ദാസന്മാരിൽ, ദാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. നിന്നെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുകയും നിന്നിലേക്ക് അനുഭവിക്കുകയും മരണത്തവരെ സന്തോഷത്തോട് അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന നിന്റെ മുത്തഖീങ്ങളായ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരിൽ, ദാസികളിൽ കരുണാവാരിധിയായ നാഥ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നിലേക്ക് യാത്ര തിരിച്ച ഞങ്ങളിൽ പലരുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അവരോടൊക്കെയും നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരൊക്കെയും നിന്റെ ജന്നാത്തിൽ ദുരിതമൊഴിച്ചുകൊണ്ടേ തമ്പുരാനെ. പല കാരണങ്ങളാൽ പ്രയാസങ്ങൾ സഹിക്കുന്നവരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. രോഗം കാരണം, പല കാരണങ്ങളാൽ ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين.